കോയക്ക എങ്ങനെയുണ്ട് നമ്മളെ സെറ്റപ്പ്? ഉസാറായിക്കണ്. ഇതാണ് ഞമ്മ പറഞ്ഞ ലൈറ്റ്. എങ്ങനെയുണ്ട്? രണ്ട് ലൈറ്റ് നല്ല 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 നിങ്ങളെ കണ്ണും മൂക്കും പല്ലൊക്കെ കാണുള്ളൂ. പിന്നെ ഇതാണോ മൈക്ക്? അത് ഇതിങ്ങനെ പറഞ്ഞു പിടിച്ചിട്ട് അത് എന്നോട് മറന്നുപോയി കോയക്ക. നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്ത് ഇതിന്റെ ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മളെ മറ്റേ ഇവരൊക്കെ ആരിപ്പുസീനൊക്കെ വെക്കുന്ന ഇങ്ങനെയൊക്കെ വെക്കാവുന്ന സ്റ്റാൻഡില്ലേ, അത് വേണം. അത് ഇല്ലെങ്കിൽ ഒരു വൃത്തികേടാ. നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നേ 2 ദിവസത്തിനുള്ളിൽ വരും. അതിന്റെ കൂടെ തൊപ്പിയും കോട്ടും ഒക്കെ വരും. ഇപ്പൊ തൽക്കാലം ഇത് ഇവിടെ വെച്ചാല് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തേക്ക് അടക്കാം. ഇതാണ് OBC അല്ലേ? ഇതാണ് OBS. OBS അല്ല, OBS. OBS. എപ്പോഴും നമ്മൾ ഈ OBC ആയതുകൊണ്ട് എപ്പോഴും OBC വരിക. അപ്പൊ ഇതിങ്ങനെ വെച്ച് നമ്മൾ പറഞ്ഞു തരാം. നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നു, നോക്കി കണ്ടിട്ട്. OBS തുറന്ന് എന്നിട്ട് സ്റ്റുഡിയോ മോഡ് അമർത്തുക. സ്റ്റുഡിയോ അമർത്തണേ. നല്ല തുടങ്ങണം. രണ്ടെണ്ണം വന്ന് മേലെ 2 സ്ക്രീൻ വന്നില്ലേ? ഈ 2 സ്ക്രീന്. ഇനി നമുക്ക് സീൻ ഉണ്ടാക്കണം. സീൻ ഉണ്ടാക്കേ? നമ്മൾ തമ്മിൽ സീൻ ഉണ്ടാക്കാനല്ല, ഇതിന്റെ അകത്തത്തെ സീന്. അതായത് ഇമ്പക്ക് നിങ്ങളല്ല പറഞ്ഞത് കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വരണമെന്നേ, അതിന് വേണ്ടിട്ടാ. നമുക്ക് പേര് മാറ്റണം. തിരിയുന്ന മാറ്റണ്ടേ? അത് തിരിയുന്ന നമുക്ക് ഒരു പേരിടണം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണേ. അതിന് നമുക്ക് ഒരു പേര് കൊടുക്കണം. ഇതില് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാം. ഞാൻ പഴയ 6ാം ക്ലാസ്സാ, എന്റെ ഡിഗ്രിക്ക് ശ്രമമാണ്. അപ്പൊ സീൻ എന്താ ഇതിന്റെ നമ്മള് അതിന് നമുക്ക് ലോഗോ എന്നുള്ള ലോഗോ ഉണ്ടാക്കി. ഇനി എന്താണ്? ഇനി രണ്ടാമത് അല്ലല്ല, അതില് ലോഗോ ഉണ്ടാക്കിയ പോരാ. അതിൽ ലോഗോ എവിടെയാ? എനിക്ക് വായിക്കാറില്ല. ഞാൻ ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാല് സോഴ്സ് സെലക്ട് ചെയ്യണം. ഇപ്പത്തെ സോഴ്സ് ഉണ്ട്. അതിന്റെ അടിയിൽ ഒരു എന്താണ് പ്ലസ് ഞെക്കണം. സോഴ്സിന്റെ അടിയിൽ പ്ലസ് ഞെക്കി. അപ്പൊ അതിനകത്ത് കുറെ സാധനം വന്ന് എന്തൊക്കെയാണ്? മീഡിയ സോഴ്സ് ഞെക്കി. അപ്പൊ ഇവിടെ ഒരു കോളം ഒരു ചതുരം വന്ന് അതിൽ ഓക്കെ അടിക്കണല്ലേ? ഓക്കെ അടിച്ച് അപ്പൊ അതിൽ ഇതാ വന്നോണ്ട് ബ്ലൗസ് ആണ്. നമ്മൾ വിചാരിച്ചു ബ്ലൗസ് അല്ല. അതില് ഞെക്കി ഡെസ്ക്ടോപ്പിൽ പോണല്ലേ? ഡെസ്ക്ടോപ്പ് നമ്മള് പഠിച്ചു വരുന്നില്ലുള്ളൂ. ഡെസ്ക്ടോപ്പ്. എന്നിട്ട് ഏതാ നമ്മളെ എന്താ ഇത് സെലക്ട് ചെയ്യേണ്ടത്? ഇങ്ങളെടുത്ത് വെച്ച് ഇങ്ങളെന്ന് എഴുതിയത്. വേണ്ട, പിന്നെ മാറ്റൊന്നും വേണ്ട. അത് ഞാന് ഓപ്പൺ. അപ്പൊ ഇതിൽ വന്ന് ഓക്കെ അടിക്കണം. ഓക്കെ അടിച്ച് നോക്കട്ടെ, ഞാനൊന്ന് ഞെക്കിക്കോട്ടെ. ഇങ്ങള് വിളിച്ചോളി, ഞമ്മള് പറഞ്ഞോളാ. അപ്പൊ അതായി ഒന്നായി. ഇനിയിപ്പോ എന്താ വേണ്ടത്? സീൻ 2. അപ്പൊ ഇവിടെ പ്ലസ്സിൽ അമർത്തി സീൻ 2 വന്നു. അപ്പൊ അതില് വന്ന് സീൻ 2. പേര് ഞാൻ മാറ്റിക്കോളാം. നമ്മള് പഠിച്ചിട്ട് ക്യാമറ. ഇനി അതിൽ സോഴ്സ് ഉണ്ടാക്കണം. സോഴ്സില് പ്ലസ് ഞെക്കണം. കൂട്ടണം ഞെക്കണം. കൂട്ടണം ഞെക്കിട്ട് വീഡിയോ ക്യാപ്ചർ ഡൈവേഴ്സ് അല്ലാതെ ഡിവൈസ്. എന്നെക്കാൾ നല്ല ഇംഗ്ലീഷ് എന്റേത്. അതാ വീഡിയോ ക്യാപ്ചർ ഡിവൈസ്. അതിൽ ഞെക്കിയപ്പോ ഓക്കെ കൊടുത്തു നോക്കി. ഓക്കെ കൊടുത്തു നോക്കുമ്പോ നേരത്തെ പോലെ ഞെക്കി വെക്കോട്ടെ. എന്താന്ന് അതിൽ ഞെക്കിയപ്പോ ഓക്കെ വന്നു. അതിന്റെ അടിയിൽ ഞെക്കിയപ്പോ
നമ്മളെ കമ്പ്യൂട്ടറിന്റെ ക്യാമറ അതിലേക്ക് ഞെക്കി അല്ലാ അതാ നമ്മള് വന്നല്ലോ നമ്മള് വന്ന് അപ്പൊ നമ്മള് രണ്ടാളും ഉണ്ടല്ലോ അതില് നമ്മള് രണ്ടാളും വന്ന് നമ്മള് വന്ന് അപ്പൊ ഇതിന്റെ അടിയിൽ എഴുതി വരണം അതിൽ നോക്കിട്ട് ആ എഴുതി വരാൻ വേണ്ടിട്ട് എന്താ പറഞ്ഞത് ആഡ് ടെക്സ്റ്റ് ഇല്ലേ അതിൽ ഒന്നും കൂടി സോഴ്സിലും പ്ലസ് അമർത്തിയപ്പോ നോക്കട്ടെ പ്ലസ് നോക്കട്ടെ ടെക്സ്റ്റ് ടെക്സ്റ്റ് അത് അമർത്തി അപ്പൊ ഇവിടെ ടെക്സ്റ്റ് വന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് പിന്നെ ഒരു ആൻഡ് ഷെയർ AND ലൈക്കോട്ട് LLIKE ആൻഡ് ഷെയർ ഓക്കെ അടിച്ചേ അതിൽ വണ്ണം കൂട്ടാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ കളർ സെലക്ട് കളർ ചോപ്പാ ചോപ്പ് ഇട്ടിട്ട് പിന്നെ അടിയില് 2 കളറായിട്ടാണ് വരുന്നത് ഇതിലെങ്ങനെ വരുള്ളൂ നോക്കാം എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് ഇതിൽ പിന്നെ പഠിക്കാം ഓക്കെ വലുതാക്കി ചെയ്താക്കി നോക്കട്ടെ ഇവിടെ പിടിച്ച് ഞാൻ താഴോട്ട് നിങ്ങോട്ട് താഴെ വെക്കാം താഴെ വെച്ച് അടിയിൽ 8 വന്നല്ലോ ഇനി ക്യാമറ എടുത്ത് 8ന്റെ താഴേക്ക് ഇടണം എന്നാലേ 8 മേലെ കാണൂ അത് അനങ്ങുന്നില്ലെന്ന് അനങ്ങാണ്ട് ഞാൻ വേറെ ചെയ്തോട്ടെ ഈ ടെക്സ്റ്റ് ടൈറ്റില് റിമൂവ് ചെയ്യാൻ അതിലേക്കൊരു ഫിൽട്ടർ കൊടുക്കണം ടൈറ്റിലിന്റെ മുകളിൽ ഞെക്കിയാൽ റൈറ്റ് ക്ലിക്ക് ടെക്സ്റ്റിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അതില് മേലെ ആഡില് താഴെ വന്നിട്ട് ഫിൽട്ടർ ഞെക്കിയപ്പോ ഫിൽട്ടറിന്റെ അടിയില് പ്ലസ് കൂട്ടണം ഞെക്കുക ഫിൽട്ടറിന്റെ അടിയില് കൂട്ടണം ഞെക്കിയപ്പോ അതിൽ അഡ്വാൻസ് മാസ്ക് കളർ ക്രോമാക്കി അങ്ങനെ വന്ന് അതവിടെ കിടന്ന് സ്ക്രോൾ ഇട്ടപ്പോ ഓക്കെ അടിച്ച് ഇത് ഇപ്പൊ ഇതിങ്ങനെ പോകുന്നുണ്ട് വലത്തോട്ട് എന്താണ് ഹൊറിസോണ്ടൽ സ്പീഡ് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാല്ലേ ഇതിങ്ങനെ പോകുന്നതിന് അപ്പൊ അത് അത്ര സ്പീഡ് വേണ്ട നമുക്ക് കുറച്ച് ചെറുങ്ങനെ വായിക്കേണ്ട ആൾക്കാർക്ക് അതൊക്കെ അപ്പൊ അത് എന്താണ് ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എടുത്ത ഭാഗത്തെ സ്ക്രീനിൽ എടുത്ത് വെക്കുക എന്നിട്ട് അത് സംരക്ഷണത്തിലേക്ക് പോകുമ്പോൾ ഫെയ്ഡ് അങ്ങോട്ട് അമർത്തുക അപ്പൊ അത് അങ്ങോട്ട് പോയി അപ്പൊ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് യൂട്യൂബിലേക്ക് ഇത് ബന്ധപ്പെടണം സെറ്റിങ്സിൽ ഇതാ അവിടെ ഉണ്ട് ഒരു വലിയ ആന്റിനയൊക്കെ സ്ട്രീം അതിൽ ഞെക്കുക എന്ന് പറഞ്ഞു അതിൽ ഞെക്കിയിട്ട് അതിൽ മേലെ യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ഉണ്ട് ട്വിറ്റർ WHP അതൊന്നും നമുക്ക് വിപ്പ് അത് നമ്മളെ നാട്ടിലില്ലാത്തതാന്ന് തോന്നുന്നുണ്ട് ഷോള് അതും എല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്ത് മടിയിൽ കളിക്കുന്നത് യൂസ് സ്ട്രീം കീ അത് യൂട്യൂബിൽ നിന്ന് എടുക്കണം യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ സ്ട്രീം കീയില് അത് യൂട്യൂബിൽ നിന്ന് എടുത്തോണ്ട് എങ്ങനെയാ ചെക്കൻ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് സ്ട്രീം കീ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം എന്നിട്ട് യൂട്യൂബ് തുറന്നിട്ട് ബാക്കിയൊക്കെ ശരിയാക്കിയിട്ട് ഇവിടുന്ന്
സ്ട്രീം എന്നുള്ള ബട്ടൺ ഇല്ലതാ, സ്റ്റാർട്ട് സ്ട്രീമിങ് പ്രസ് ചെയ്താൽ യൂട്യൂബിൽ ചിത്രം വരും. അപ്പോൾ അല്ല, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ? നമ്മള് വരാലോ. ഈ മിണ്ടാണ്ട് എന്നിട്ട് വേണം അലാക്കിൻ്റെ അവലും കഞ്ഞിയാവാൻ. حلال كلمة بالهنا كان يوم حلاك